കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻ തണ്ണയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധം ശക്തം. ആക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ മൃതദേഹം 6 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയത്. എൽദോസിന്റെ കുടുംബത്തിനുള്ള സഹായമായ 10 ലക്ഷം രൂപയുടെ ചെക്ക് കളക്ടർ കൈമാറി. ട്രഞ്ച് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നും ആനയെ തടയുന്നതിനായി ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പുകളെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കോതമംഗലത്തും ഉരുളൻ തണ്ണയിലും ഇന്ന് ജനകീയ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം ഉണ്ടാകും. എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതിഷേധമെല്ലാം ഇപ്പോൾ പോകുന്നത്? ഇന്ന് ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം രാഷ്ട്രീയ സംഘടനകളായിരിക്കും ഈ ജനകീയ ഹർത്താലിൽ പങ്കുചേരുക? അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇന്നലെ രാത്രി പ്രതിഷേധത്തിന് ശേഷം തന്നെ ഇങ്ങോട്ടേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഏതാണ്ട് 7 മണിക്കൂറോളം നീളുന്ന പ്രതിഷേധം നടന്നു. അതിനുശേഷം മൃതദേഹം ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അങ്ങനെയായിരുന്നു. തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ കുട്ടമ്പുഴ പോലീസ് ഉൾപ്പെടെ ഇവിടെ സ്ഥലത്തെത്തി. രാവിലെ 8 മണിയോടുകൂടി എത്തി. ഇന്നലെ വൈകിട്ട് പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ഇവിടെ മൃതദേഹം എത്തിച്ചിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തന്നെ ആരംഭിക്കും. 9:30യോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം 11 മണിയോടുകൂടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകയും ഏതാണ്ട് 1.5 മണിക്കൂർ സമയം എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്ക് ഉള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടൊപ്പം തന്നെ പ്രതിഷേധം അവിടെ കുട്ടമ്പുഴയിൽ ജനകീയ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് ആ നിലയ്ക്കുള്ള പ്രതിഷേധമാണ് അവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. ഇന്നലെ ഏതാണ്ട് 7 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധത്തിന് ഇന്നലെ അവിടെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ആളുകളെ പറഞ്ഞ് ശാന്തരാക്കി മൃതദേഹം പോലും അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിക്കും. അതുല്ലേ എബി, ഇതിപ്പോൾ 3 ദിവസത്തിനിടെ രണ്ടാമത്തെ കാട്ടാന ആക്രമണത്തെ തുടർന്നുള്ള മരണമാണ് കോതമംഗലം ആ പ്രദേശത്ത് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി കാട്ടാന മറിച്ചിട്ട പന ദേഹത്ത് വീണ് മരണമടഞ്ഞത്. ആ കുട്ടിയോടൊപ്പമുള്ള ഉണ്ടായിരുന്ന സുഹൃത്ത് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ 3 ദിവസങ്ങൾക്കിടെ 2 മരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും വനം മന്ത്രി കെ ശശീന്ദ്രൻ അടക്കം ഇന്ന് പറഞ്ഞത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, കൃത്യമായ നടപടികളും സംവിധാനങ്ങളും സ്വീകരിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ലഭിച്ചത്. എന്നാൽ ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് വഴിവിളക്കുകൾ അടക്കമുള്ള പ്രാഥമികമായ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി എന്ത് നടപടികളാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്? അതുല്ല, ഇന്നലെ തന്നെ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ കളക്ടർ MLA-മാരൊക്കെ തന്നെ വൈകുന്നേരം ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അവിടെ എത്തിയിരുന്നു. ആളുകളുടെ പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയത്. വനമന്ത്രി പറഞ്ഞതും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ജനകീയ സംഘർഷത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഈ സംഭവത്തെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇടയാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം കളക്ടർ എത്തി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ ഈ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ്. അത് അവർ വീണ്ടും കളക്ടറുടെയും MLA-മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ആവശ്യങ്ങളെല്ലാം തന്നെ വളരെ വേഗം തന്നെ അടിയന്തരമായി തന്നെ യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെ പൂർത്തിയാക്കാം എന്നുള്ളതായിരുന്നു കളക്ടർ നൽകിയിരുന്ന വാഗ്ദാനം. ഒപ്പം തന്നെ ഈ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി തന്നെ നൽകുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിരുന്നു. തുടർന്ന് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ബാക്കി തുക ഇന്ന് തന്നെ കൈമാറും. ഒപ്പം തന്നെ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തണം, അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ നടപടികൾ വളരെ വേഗം തന്നെ ആരംഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. 21-ാം തീയതിയോടുകൂടി ഈ ഫെൻസിംഗ് സംവിധാനം, വഴിവിളക്കിൻ്റെ കാര്യങ്ങൾ, ഒപ്പം തന്നെ അവിടെ ട്രെഞ്ച് നിർമ്മിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനം ഉണ്ടാകും. 27-ാം തീയതിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി അവിടെ നേരിട്ടെത്തി അവിടെ യോഗം ചേരുമെന്നുള്ള കാര്യവും കളക്ടർ അറിയിച്ചിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളിൽ കളക്ടർ അതിന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആളുകൾ വലിയ പ്രതിഷേധത്തിൽ നിന്നും പിൻവാങ്ങുകയും മൃതദേഹം അവിടെ നിന്ന്
കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. എന്തായാലും ആദ്യഘട്ടം എന്ന നിലയിൽ 5 ലക്ഷം രൂപ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അത് ഇന്നലെ ചെക്കായി തന്നെ കൈമാറുകയായിരുന്നു. ബാക്കി തുക ഇന്ന് തന്നെ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഫെൻസിംഗ് സംവിധാനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒപ്പം ട്രെഞ്ചിൻ്റെ നിർമ്മാണം, അവിടെ ലൈറ്റ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ, ഇതൊക്കെ തന്നെയും ഇന്ന് തന്നെ ആരംഭിക്കും എന്നുള്ള, അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അത് പൂർത്തിയാക്കും എന്ന് തന്നെയാണ്. 21-ാം തീയതി ആരംഭിക്കും. 27-ാം തീയതി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന യോഗവും അവിടെ തന്നെ ചേരും എന്നുള്ള കാര്യവും കളക്ടർ ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ പിൻവാങ്ങുകയായിരുന്നു. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗം തന്നെ ആരംഭിക്കുന്നുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുല്യ. ശരി എബി, കോതമംഗലം കുട്ടൻപുഴയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ്.